ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുവേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. നെടുവേലി ജംഗ്ഷൻ എന്ന് പറയുന്നത് കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ. കന്യാകുളങ്ങര എവിടെയാണെന്ന് അറിയാലോ, MC റോഡിനടുത്താണ്. നമ്മുടെ വെമ്പായവും വട്ടപ്പാറയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡിൻ്റെ അടുത്താണ് കന്യാകുളങ്ങര ജംഗ്ഷൻ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ അവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറുമ്പോഴാണ് നെടുവേലി ജംഗ്ഷൻ വരുന്നത്. നെടുവേലി ജംഗ്ഷൻ മാത്രമല്ല, അവിടെ തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉള്ളത്. ആ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് തന്നെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കൃത്യം 200 മീറ്റർ മാറി കഴിയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് വീടുകൾ ഇവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലൊക്കെ താമസമായിട്ടുണ്ട്. ഇതും വിൽക്കാനിട്ടിരിക്കുന്ന വീടാണ്, ഇതിൻ്റെ ബാക്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്ന വീട്. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ബസ് റൂട്ട് വളരെ അടുത്താണ്. നമുക്ക് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റോഡ് കാണാം. ടാർ റോഡല്ല, ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു 50 മീറ്ററിനകത്തേ വരുള്ളൂ ഈ ഒരു റോഡ് ടാർ അല്ലാതെ ആയിട്ടുള്ളത്. ആ ഒരു റോഡ് ഉടനെ തന്നെ നമുക്കിവിടെ സിമെൻറ്റ് റോഡായിട്ട് വരുന്നതാണ്. ഉടനെ എന്ന് വെച്ചാൽ കൃത്യം 1 മാസത്തിനുള്ളിൽ തന്നെ വരുമെന്നാണ് ഓണർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഗൈസ്, അങ്ങനൊരു റോഡ് ഏകദേശം 5 മീറ്റർ റോഡുണ്ട്. 2 വണ്ടികൾ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ റോഡ് കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് റോഡാണ്. ഇനി വീടിൻ്റെ മുൻവശത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു മുറ്റമുണ്ട്. നമുക്കിവിടെ 2-3 വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ല, ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണെന്ന്. അപ്പോൾ ഇതിനിടയിലുള്ള വഴിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പറ്റിയ ഒരു വിക്കറ്റ് ഗേറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കിണറാണ് മെയിനായിട്ടുള്ള വാട്ടർ സോഴ്സ്. ഇവിടെ നോക്കിയാൽ കിണറിൽ ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കാണാം. ഇത് പക്ഷേ എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. ഇവിടെ വെള്ളമുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വീടിൻ്റെ സിമെൻറ്റ് ബ്ലോക്കിലാണ് ഈ വീട് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് പ്ലാവിലാണ്. ബാക്കിയുള്ള എല്ലാ ഡോറുകളും കൊടുത്തിരിക്കുന്നത് ആഞ്ഞിലും മഹാഗണിയിലുമാണ്. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ മുൻവശം നമ്മൾ കണ്ടു. ഒരു മികച്ചൊരു എക്സ്റ്റീരിയർ കൊടുത്തിട്ടുണ്ട്. ഈ വീട് ഫുൾ ഫിനിഷായി കഴിഞ്ഞിട്ടില്ല, ഇനിയും വർക്കുകളുണ്ട്. അത് നമുക്ക് കാണാം. ഇവിടുത്തെയൊക്കെ പെയിൻറ്റുകൾ, മതിലിൻ്റെ പെയിൻറ്റുകൾ കൊടുക്കാനുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ടെസ്റ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ സൈഡിലും ഒരു ടെസ്റ്റർ കൊടുക്കാനുള്ളതുകൊണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒരു സിറ്റ് ഔട്ട് സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ സ്ട്രെച്ചിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിവിങ് ഡൈനിങ് ഏരിയയാണ്. നമുക്ക് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ 3 പാളികളുള്ള ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയോയുടെ ഒരു DB കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ എല്ലായുടെ സ്വിച്ചസാണ് കൊടുത്തിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൂടുതലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു വാഷ് ബേസിൻ കൗണ്ടറാണ്. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ 2 അറ്റത്തായിട്ട് 2 ബെഡ്റൂമുകളുണ്ട്. അതിലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കാണാം. ബെഡ്റൂമിന് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഹിൻഡുവെയറിന്റെ ആണ്. നമ്മുടെ ഷവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഗൈസ്. ഇവിടെ വലിയൊരു ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കാണുന്ന ബെഡ്റൂമിനെ വേണ്ടി കുറച്ചുകൂടെ വലുതാണ്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉപയോഗിച്ചിരിക്കുന്ന തരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മഹാഗണിയൊക്കെയാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്ന കിച്ചണാണ് നമുക്ക് കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. എന്നാൽ ഇതിനെക്കാട്ടിലും വലുതല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലുള്ള വീടും കിച്ചന്റെ സ്ഥാനമൊക്കെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർകേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് കൊടുക്കുന്ന സ്റ്റെയർകേസ് ആണ്. ഇവിടെയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിരിക്കുന്ന കാണാം. 304ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ്, ഒരു വർക്ക് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച്, സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ്. ചെയ്യാനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബെഡ്റൂം കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാം. അവിടെയൊക്കെ വീട്ടിൽ ആൾക്കാർ താമസിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ വീട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡോർ തുറന്നാൽ ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസാണ്. നമുക്ക് സിറ്റിയിലോട്ടൊക്കെ ഉള്ള ആക്സസ് വളരെ ഈസിയാണ്. നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തും. മെയിൻ റോഡിൽ നിന്ന് എപ്പോഴും നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയൊക്കെ റീച്ച് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സെന്റിന് അത്യാവശ്യം റേറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ ഇവർ വീടിന് ചോദിക്കുന്നത്. ആസ്കിങ് റേറ്റ് അവർ ചോദിക്കുന്നത് 46 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഈ വീടിനെ കുറിച്ചും ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യുന്ന നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിപൊളി വീഡിയോസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്.
വേറൊരു കാര്യം കൂടെ പറയാണ്, നിങ്ങളുടെ കയ്യിൽ അടിപൊളിയായിട്ടുള്ള സൂപ്പർ പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് അത് പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യുക. നമ്പർ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.